Good morning, ladies and gentlemen. Welcome to your favorite. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ നമ്മളുടെ S25 ഏകദേശം ഒരു 1.5 മാസം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. അത് 1.5 മാസമായി. ആൻഡ് ഈ കേസ് സ്പീജൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിൽ ഞാൻ വല്ല മറ്റേ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ടാഗ് ചെയ്യാം. ഈ കളർ കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. അതായത് ഈ വൈറ്റ് കളർ വിത്ത് ഈ ട്രാൻസ്പാരൻറ്റ് ഒരു നത്തിങ്ങിൻ്റെ ഫീൽ തരണേ, ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. ഇതിൻ്റെ ഒരു ഡാർക്ക് ബ്ലാക്ക് ഒരു സാധനമുണ്ട്, അത് മാത്രമേ നാട്ടിലുള്ളൂ. അപ്പോൾ എന്തിനാണെങ്കിലും നല്ല എടിവെട്ട് ചുമന്ന കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ചെമല കളറ് നിങ്ങൾക്ക് ഓൺലൈനിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഈ ഫോൺ യൂസ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, ഇറ്റ് ഇസ് എ കോമ്പാക്റ്റ് ഫോൺ, ഇറ്റ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് ഫോൺ, ഇറ്റ് ഹാസ് എ നൈസ് സോഫ്റ്റ്വെയർ വിച്ച് ഇസ് One UI 7. ക്യാമറ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സാംസങ്ങിൻ്റെ ടിപ്പിക്കൽ ക്യാമറ. S23 ഇതിൻ്റെ അകത്ത് സ്നാപ്ഡ്രാഗൺ 8 ചിപ്സെറ്റ് ഇരിക്കുന്നതുകൊണ്ട് ISP ബെറ്ററാണ്. സോ ഇമേജ് പ്രോസസ്സിങ് വിൽ ബി ബെറ്റർ. ബട്ട് ഹാർഡ്വെയറിൽ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല. S23 നിന്നും ഒരു ഇത്തിരി ബെറ്റർ ആയിട്ടുള്ളൊരു ഫോണാണിത്. ഇത്തിരി, അതായത് S23 ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് 40,000 രൂപ എന്തുകൊണ്ട് പ്രൈസ് പറഞ്ഞത്. ഇതിൻ്റെ വിലയുണ്ടല്ലോ, ഈ ഫോണ് ഞാൻ റെക്കമെൻഡ് ചെയ്യൂല, ഞാൻ പറയൂല. ഇനിയിപ്പോൾ സാംസങ്ങിൽ ഓരോരുത്തന്മാർ വന്ന് എന്നെ തള്ളക്കി വിളിച്ച് ചിലന്മാർ ഞാൻ എൻ്റെ കാശ് കൊണ്ട് മേടിക്കുന്ന സാംസങ് ഡിവൈസസ് കൂറയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ളവന്മാർ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു. ആദ്യം ചോദിക്കുകയാണ് എന്തൊരു കോമഡിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരിക്കലും ഈ സാധനം 80,999 രൂപയ്ക്ക് ഇത് സാധനം റെക്കമെൻഡ് ചെയ്യൂല. അതിനുള്ളതൊന്നും ഇതിൻ്റെ അകത്തില്ല. എന്തോന്ന് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ. ക്യാൻ ദ സമ്മൺ ഫ്രം സാംസങ് പ്ലീസ് എക്സ്പ്ലെയിൻ ടു മീ വൈ ഈസ് ദിസ് ഫോൺ 80,999 rupees for 256 GB? Snapdragon 8 Lite, is that the reason? Or 7 years of software update is the reason? We don't want 7 years of software update, because whenever we are doing software update, usually we get green light. And please address this issue ASAP, because recently on Twitter I just found out that even S23 is also getting green line when they are doing a software update. So what kind of firmware are you sending to all these phones? Is it something which Samsung people is deliberately doing? Because when we go to the service center, it will cost us around 20k rupees or 16k rupees. We don't want to spend money on something which is your fault. When we update our phone, we are getting green line. So it is up to you to give us free ചേഞ്ച് ഓഫ് ഡിസ്പ്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ ഞാൻ ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ തന്നാണ്. 65,000 രൂപയുടെ ഫോണാണിത്. ഇപ്പോൾ പറയും അയ്യോ ഷൗമിയും കൊണ്ടുവന്ന് ഷൗമി, അങ്ങനെ കുറേ എണ്ണമുണ്ട്. ഇതിൻ്റെ അകത്ത് ബ്ലോട്ട്വെയർസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്. മൈക്രോസോഫ്റ്റിൻ്റെ കുറേ ആപ്സ്, ഗൂഗിളിൻ്റെ കുറേ ആപ്സ്, സാംസങ്ങിൻ്റെ കുറേ ആപ്സ്, അതല്ലാതെ ഫേസ്ബുക്ക്, സ്പോട്ടിഫൈ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ സാധനങ്ങൾ. അതിനൊന്നും പ്രശ്നമില്ലടേ. 7 വർഷത്തെ സോഫ്റ്റ്വെയർ ആര് ഇപ്പം മേടിക്കണ ഇത് 7 വർഷം യൂസ് ചെയ്യും. 2 വർഷം കഴിയുമ്പോൾ അമ്മ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വെച്ചിട്ട് സ്ക്രീൻ അടിച്ച് കളയും. പിന്നെ എന്തിനു കൊള്ളാം? ഞാൻ കാര്യമായിട്ട് ചോദിക്കണതാണ്. സാംസങ്ങിൻ്റെ അടുത്താണ് ഈ ചോദിക്കുന്നത്. ഞാൻ ഈ കാര്യമായിട്ട് പറയണം. 65,000 രൂപയുടെ ഫോണാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ICICI ബാങ്ക് ഉണ്ടെങ്കിൽ 60,000 രൂപ കിട്ടും. എന്ത് രസമാണ് ഇതിൻ്റെ സ്പെക്ക് പറയാൻ തന്നെ രസമുണ്ട്. LTPO ഡിസ്പ്ലേ, മറ്റേ അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, 90 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, 90 വാട്ടിൻ്റെ ചാർജർ പെട്ടിയിനകത്ത് തരും. ഫ്രണ്ട് ക്യാമറ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ, 4K വീഡിയോ സപ്പോർട്ടുണ്ട്. ഇതിൽ 8K 30 FPS വീഡിയോ സപ്പോർട്ടുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ 3 സെൻസർ, പോർട്രേറ്റ് ഷോട്ട്സ്, ലൈക്കേരെ കളർ സയൻസ്. അപ്പോൾ പറയും സാംസങ്ങിന്റെ ഫോണിന്റെ കളർ നീ കണ്ടിട്ടുണ്ടോടെ, അതിന്റെ HDR തേങ്ങ അരിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാ ഫോണുകളെയും ഒരേപോലെയാണ് കാണുന്നത്. എനിക്ക് സാംസങ്ങും ഇല്ല, ഷൗമിയും ഇല്ല. ഷൗമിയിലെന്ന് പറഞ്ഞാൽ ലൈക്കേരെ കളർ സ്കീമാണ്. അതിൻ്റെ വൈറ്റ് ബാലൻസും HDRും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. ബിക്കോസ് അവരങ്ങനത്തെ കളർ സ്കീമിലാണ് ഇത് ട്വീക്ക് ചെയ്തേക്കുന്നത്. സ്വിമിൽ എക്സലൻസും ലൈക്കേരെ കളർ സയൻസും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ മോന്തയായിട്ടിരിക്കില്ല. പക്ഷേ എടുക്കണ അവന് ഇഷ്ടപ്പെട്ടോ എന്ന് മാത്രം നോക്കിയാൽ പോരെ. ഞാനൊരു ഫോട്ടോ ഇടുമ്പോൾ അവൻ്റെയൊക്കെ സ്കിൻ ടോൺ ഒന്ന് കറക്റ്റ്. ഞാൻ ആ ഫോട്ടോ ആ ചേട്ടനെ കാണിച്ചു നോക്കുമ്പോൾ അങ്ങേരെ മുഖത്തുണ്ടായ സന്തോഷമുണ്ടല്ലോ, അതാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ നിൻ്റെയൊക്കെ കളർ സ്കീം. ഇതിൻ്റെ സെൻസർ സൈസ് എത്ര വരും? ഒരു ഫോണിൻ്റെ അകത്തിരിക്കുന്ന സെൻസറിൻ്റെ സൈസ് എത്രയുടെ? അത് വെച്ചിട്ടാണ് നീയൊക്കെ ഒരു ഫുൾ ഫ്രെയിം, നിങ്ങൾ ഇതുപോലത്തെ ഒരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ ഇതുപോലെ എൻ്റെ മറ്റേ സ്കിൻ ടോണ് മോശമാണ്, എൻ്റെ മറ്റേ ബാക്കിലിരിക്കുന്നത് കാണാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറയുന്നതിനൊരു രസമുണ്ട്. ഈ ലുട്ടാപ്പ് ഇതാണ് ഇത്ര ഇഞ്ചിൽ വരുന്ന സെൻസറിൽ നിനക്കൊക്കെ എന്തൊരു തേങ്ങയാണ് വേണ്ടത്?
നീയൊക്കെ ഈ ഫോൺ വെച്ചിട്ട് എന്തോന്നാണ് എടുക്കാൻ പോണത്? മാഗസീൻ ഷൂട്ടാ? വനിതേരെ മാഗസീൻ കവർ ഷൂട്ട് ചെയ്യാൻ പോണ? അതാ നീയൊക്കെ മറ്റേ ബിൽ ബോർഡ് അടിക്കാൻ പോണ? നമ്മളുടെ ഈ ഞാൻ പറഞ്ഞു പടുത്ത കാര്യമാണ്, നമ്മളുടെ ലൈഫിൽ നടക്കുന്ന നമ്മളുടെ സന്തോഷകരമായ കാര്യങ്ങളും നമ്മളുടെ കൂട്ടുകാരെ ഫോട്ടോയും അതൊക്കെ എടുക്കാനാണ്. ഇത് വെച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് പറയും, ഈ ഫോട്ടോ എനിക്കൊന്ന് അയച്ചു തരുമോ എന്ന് പറയുന്നതാണിടാ വലിയ കാര്യം. അല്ലാതെ എൻ്റെ സ്കിൻ ടോൺ പോരാ എന്നൊന്നും ആരും പറയാറില്ല. ഓരോരുത്തന്മാരും ഒന്ന് ഈ ഫോണിൻ്റെ ക്യാമറ വന്നിരുന്ന് നീ എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ ചിലപ്പോഴൊക്കെ ചിരിച്ചു. ഞാൻ പോലെ ഓവറായിട്ട് റെഡ് ടിൻറ്റ് കയറി വരിക, ഒരു ഫോട്ടോ കംപ്ലീറ്റ്ലി ബ്ലോൺ ഔട്ട് ആവുക, ഭയങ്കരമായിട്ട് ഷാഡോസിനെ ക്രഷ് ചെയ്യുക, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പറയാൻ രസമുണ്ട്. ഈ ഫോൺ വെച്ച് എടുക്കുന്ന ഫോട്ടോ കൊള്ളൂലടേ. ഒരു നൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നോയ്സ് കൊണ്ട് നിറഞ്ഞ ഒരു ഫോട്ടോ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രശ്നമാണ്. അതല്ലാത്ത പക്ഷെ നമ്മൾ നൈറ്റിൽ നമ്മൾ കുറച്ച് പേരുടെയൊക്കെ ഫോട്ടോ സെൽഫി എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഹാപ്പി മൂമെൻ്റാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. അതിന് വന്നിരുന്നു ഒരുത്തന്മാര് വരും ക്യാമറ എന്തിരോ എന്നോ പറഞ്ഞിട്ട് അതിന്റെ ഹെച്ച്ഡിആർ പോലെ അപ്പുറത്തെ വിളയെ നിൽക്കുന്ന അവന്റെ ജട്ടിയുടെ കളർ കണ്ടില്ല. എന്തോന്നു കോമഡിയാണ്. ഇപ്പൊ കുറെ ഈ വീഡിയോ ഇപ്പൊ കട്ട് ചെയ്തുകൊണ്ട് പോയിട്ട് ഇടും ട്വിറ്ററിലും മറ്റേലൊക്കെ. ഇവ എന്തൊരു മണ്ടനാണ്, ഇവ മണ്ടത്തരമാണ് പറയണത്. ഞാൻ മണ്ടത്തരമാണ് പറയണതെന്ന് നാട്ടുകാർ പറയൂല. നീയൊക്കെ പിന്നെ ഇത് വെച്ചിട്ട് നീ എടുക്കോടാ, നീയൊക്കെ മറ്റേ ഫാഷൻ ഷൂട്ട് വേണമെങ്കിൽ ഒരു കോൺസെപ്റ്റുവൽ സാധനത്തിൽ നമുക്ക് എടുക്കാം. ഞാൻ ഫോൺ കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫാഷൻ ഷൂട്ട് ചെയ്യാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വരും ഫേസ് 1 മറ്റേ ലൈക്ക ഹാസൽ ബ്ലാഡ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അണ്ണന്മാരെ ക്യാമറ ഉണ്ട്, അതൊക്കെ വെച്ച് എടുക്കും എല്ലാവരും ബിൽ ബോർഡൊക്കെ അടിക്കാൻ. അപ്പോഴാണ് ഒരു ഫോണിനെ വെച്ചിട്ട് ക്യാമറ കമ്പയർ ചെയ്യണം. ഫോൺ ക്യാമറ ഈസ് ഫോർ ക്യാപ്ചറിങ് മെമ്മറീസ് ആൻഡ് മൊമെന്റ്സ് ഇൻ ലൈഫ്. അത് ഞാൻ ഇതിലെ ക്യാമറ മോശമൊന്നുമല്ല, പക്ഷേ ഇവന്മാർ ഈ ഹാർഡ്വെയർ മാറ്റാത്തതാണ് എൻ്റെ വിഷയം. ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഫോണാണ് S23. ഞാൻ S23 പ്രൈസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 60,000 രൂപയായിരുന്നു. 60,000 65,000 എന്തോ ആയിരുന്നു. 80,999 എങ്ങനെയാണ് ഇയാൾ പ്രൈസ് ചെയ്യണത്? ദുബൈയിലില്ല ഈ പ്രൈസിങ്. ദുബൈയിൽ ഈ സാധനം മേടിക്കാൻ 2,300 ദർഹം അങ്ങനെ എന്തോ ആണ്. 60,000 രൂപ എന്തോ വിലയാണത്. 80,999 256 GB 512 GB ഒറ്റ വേരിയൻ്റേ ഉള്ളൂ. 512 GB പോരെ? എനിക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ ഇതിൻ്റെ ആകെ പറയും ഹൈപ്പർ OS ആണ്, മോശമാണ്. അത് ആൾക്കാർ ഇഷ്ടമാണ്, ശരിയാണ്. പക്ഷേ ഹൈപ്പർ OS ഇസ് വെരി ഫാസ്റ്റ് ആൻഡ് സ്നാപ്പി. എനിക്ക് യാതൊരു പ്രശ്നവും തോന്നിയില്ല. ഇതിൻ്റെ അകത്തും സ്നാപ്ഡ്രാഗൺ 8 തന്നെയാണ് ഇരിക്കുന്നത്. അത് ഇതല്ലാത്തവർക്ക് ഗെയിമിങ്ങിനെ പറ്റി ചിന്തിക്കുന്നവർക്ക് മറ്റേതുണ്ട് IQ 13. എന്തിനാണ് ഈ പുല്ല്? ഞാൻ ഇതെങ്ങനെ റെക്കമെൻഡ് ചെയ്യും? ഐ കാൺ റെക്കമെൻഡ് ദിസ് ഫോൺ ഫോർ 80,999 rupees. ഇതിൻ്റെ ഫ്ലിപ്കാർട്ടിൽ സെയിൽ വന്നു കഴിഞ്ഞാൽ എത്ര പറയും? 70,000. 70,000 ഈ ഫോണില്ല. വേണമെങ്കിൽ 2-3 വർഷം കഴിയുമ്പോൾ ഇത് 40,000 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. അന്ന് വേണമെങ്കിൽ മേടിച്ച് കളി. 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടല്ലോ. ചിലപ്പോൾ അന്ന് മേടിച്ചിട്ട് വേറൊരു അപ്ഡേറ്റ് വരുമ്പോൾ ഗ്രീൻ ലൈനും വരും. അപ്പം സന്തോഷമാകും. എന്തൊരു കോമഡിയാണ് സാംസങ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നീയൊക്കെ മറ്റേ ഈ വലിയ ഒരേ സാധനം ഒരേ അച്ഛൻ്റെ 10 ഫോൺ ഇറക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ സാധനം ദിസ് ഈസ് നോട്ട് വർത്ത് ഫോർ 80,999. ഇംഗ്ലീഷിൽ തന്നെ ഞാൻ പറയണം. ഐ ഡോണ്ട് നോ ഹൗ ടു ജസ്റ്റ് ഗിവ് എ ജസ്റ്റിഫിക്കേഷൻ ഓൾസോ. What else is there apart from the Galaxy AI and 7 years of software update and the latest chipset? What is the huge thing which we can say that this is worth for 80,999? വേണ്ട ഒരു പോയി മേടിച്ചോളി. വേറെ ഫോണുകളുണ്ടേ. OnePlus 13 70,000 രൂപ, വലിയ ബാറ്ററി, മറ്റത് മറിച്ചത്. ഇത് കോമ്പാക്ട് ഫോണാണ്. ഇതിൽ നിന്നൊരു ഇത്തിരി സൈസേ ഉള്ളൂ. ഇത് 6.1 ആണെങ്കിൽ 6.3 192 grams എന്തോ ആണ് ഇതിൻ്റെ മാക്സിമം വെയിറ്റ് പറഞ്ഞത്. ഇത് 162 അങ്ങനെ എന്തോ ആണ്. I do accept the fact that this is weightless, this is compact, this is everything. It's a good phone, but the pricing is too high. ഇതിൻ്റെയൊക്കെ സാമ്പിൾ ഞാൻ എന്തിന് സാമ്പിൾ കാണിക്കാൻ? ഒന്നുമില്ല. മഹത്വമായിട്ടൊന്നും കാണിക്കാൻ ഒന്നുമില്ല. സാമ്പിളൊക്കെ കാണിക്കാനായിട്ട് ഇതിൽ വലുതായിട്ടൊന്നും ഇല്ലടേ. അതാണ് മലയാളം. ഇതിൽ എന്നെ വന്ന് ക്രൂശിക്കുകയാണെങ്കിൽ നീയൊക്കെ വന്ന് ക്രൂശിച്ചോ. വരും ഇപ്പോൾ സാംസങ് ഫാൻസും വലിയ ടെക്ക് മറ്റേ എഞ്ചിനീയറിംഗ് പഠിച്ച കുറേ എണ്ണമൊക്കെ ഇപ്പോൾ വരും. ഇവനൊന്നും അറിഞ്ഞൂടാ, അവന് ക്യാമറയെ പറ്റി അറിഞ്ഞൂടാ. നീ പോയി ക്യാഷ് കൊടുക്കാം വാപ്പേ. ഞാൻ പോണു. ബൈ.